എനിക്കൊന്നേ ഈ പായസത്തിനെ പറ്റി പറയാനുള്ളൂ. മൃണാളിന് ആരെങ്കിലും ഇതുപോലത്തെ ഒരു പായസം കൊടുത്താൽ അങ്ങേര് എന്തൊക്കെ കുറ്റം പറയും എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റണില്ല. അത്രയും ഫ്ലോപ്പായിരുന്നു ഈ പായസം. ഈ പായസം പ്ലീസ് മൃണാൾ മാറ്റിയിരിക്കണം, നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ഈ പായസം ചേരില്ല. നിങ്ങൾ മറ്റുള്ളവരെ പോയി കുറ്റം പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പായസം ഒരിക്കലും ചേരില്ല. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അവിടുത്തെ പായസം. എന്റെ പൊന്നു ദൈവം, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ പായസം. നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണാനിരുന്നാൽ മതി. ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഒരു കാർ ഉണ്ടായിരിക്കണം. ഇനി കാറില്ലെങ്കിൽ പോട്ടെ, ഇതുപോലൊരു സ്പെക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ സ്പെക്സിൽ ഇതുപോലെ സ്വർണം പൂശിയിരിക്കണം. അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. കാരണം മൃണാളേട്ടന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ റിച്ച് ആയിട്ടില്ലാത്ത ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? മൃണാളേട്ടനെ അറിയാതിരിക്കുമല്ലോ അല്ലേ? മൃണാൾസ് ബ്ലോഗ് ഒരു ഫുഡ് വ്ളോഗറാണെന്ന് എനിക്ക് പുള്ളി അങ്ങോട്ട് വിശേഷിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പുള്ളി ഒരു ഫുഡ് വ്ളോഗറായിട്ട്. ഫുഡിനോട് വളരെയധികം ആക്രാന്തമുള്ളൊരു മനുഷ്യൻ, അങ്ങനെ വേണമെങ്കിൽ ഞാൻ പുള്ളിയെ പറയും. കാരണം വേറൊന്നും കൊണ്ടല്ലേ, എവിടെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊരു എക്സ്പ്രഷൻ വരും, ലൈക്ക് കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊരു സാധനമായിരിക്കും. ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ മറ്റേ ഉണ്ടക്കണ്ണെല്ലാം കൂടെ അങ്ങോട്ട് പുറത്തോട്ട് വെള്ളും, കൊള്ളാം, നല്ല ഭക്ഷണം, ഇങ്ങനെ ഇരുന്ന് തള്ളുന്ന കാണാം. ഇനി അഥവാ ഒരു സാധാരണക്കാരൻ്റെ കടയിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാക്സിമം ആ കടയിൽ വേറെ ആരും കയറാതിരിക്കാൻ പാകത്തിന് അയാൾ അവിടെ ഇരുന്ന് അപരാധിച്ചിട്ട് ഇറങ്ങിപ്പോരുന്നതും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ളൊരു വ്യക്തി എറണാകുളത്ത് ഒരു ഹോട്ടൽ തുടങ്ങി. ഒരു ഭക്ഷണശാലയാകുമ്പം ചില ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണം, ഒരു ബിരിയാണി എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റിയാണെങ്കിൽ പോലും പല അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതാണ് ഒരു ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ചെയ്യേണ്ടത്. ആണോ? എന്നിട്ട് മാന്യമായിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക, ഡീൽ ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ മൃണാളേട്ടൻ്റെ ഹോട്ടലിലെ ഭക്ഷണത്തിനെ പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൃണാളേട്ടൻ ആ പറയുന്നവരെ ഇരുന്നങ്ങോട്ട് അപരാധിക്കും. അവരൊക്കെ വലിയ റിച്ച് കിഡ്സ്, അവരൊക്കെ കൊള്ളാത്ത, ചീത്ത, അഴുക്ക. ചേട്ടൻ മാത്രം സൂപ്പർ, ചേട്ടൻ്റെ ഫുഡ് ടേസ്റ്റ് മാത്രം അടിപൊളി ടേസ്റ്റ്. ചേട്ടാ ഇങ്ങനൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, നിങ്ങളായിട്ട് തന്നെ പറയിപ്പിക്കുന്നതാണ്. അത് വേറൊന്നും കൊണ്ടല്ല. എടോ, കസ്റ്റമേഴ്സിൻ്റെ ഒരു കസ്റ്റമർ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാൻ ശ്രമിക്കുക. താങ്കൾക്ക് അതറിയില്ല. താങ്കൾക്ക് പലയിടത്ത് പോയി ഇങ്ങനെ ഇതേ അറിയത്തുള്ളൂ. അല്ലാതെ ഒരാളോട് എങ്ങനെ ഡീൽ ചെയ്യണം, പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ് നടത്തുക, അവിടെ വരുന്ന ആൾക്കാരോട് ഡീൽ ചെയ്യാനും അവരെ സോഷ്യൽ മീഡിയ വഴി കളിയാക്കുന്നതും, ചേട്ടാ ഈ പരിപാടിയൊക്കെ വെച്ച് പൊറപ്പിക്കത്തില്ല ആരും. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തൊട്ട് ചേട്ടന് നല്ല താങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി. ഞാനിവിടെ എല്ലാവരും കാണിച്ച വീഡിയോ ക്ലിപ്പുകൾ തന്നെയാണോ കാണിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഭൂരിഭാഗം ആളുകളും ഇയാളെ വെച്ച് കീറുന്നതാണ് ഞാൻ കണ്ടത്. അതായത് ഇയാളുടെ ഭക്ഷണം കൊള്ളത്തില്ല എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ അത് മാത്രമായിട്ട് അങ്ങോട്ട് ചെയ്യത്തില്ല. നല്ലത് പറയുന്ന ആളുകളും ഉണ്ട്. ഇയാളുടെ ഭക്ഷണം, ഒരേ ഭക്ഷണം തന്നെ, ഇയാളുടെ ഭക്ഷണശാലയിലെ പായസം, ആ പായസം ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട്. രണ്ട് ഭാഗവും ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. കാരണം രണ്ട് ഭാഗവും നമ്മൾ കേട്ടിട്ട് വേണം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് ഇയാളുടെ ഈ ഒരു ഭക്ഷണശാലയിലെ ഭക്ഷണത്തെ പറ്റി അറിയില്ല, ആൾക്കാർ പറയുന്ന മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഇയാളുടെ ഭക്ഷണശാലയിൽ വന്ന്, ഇയാളുടെ ഹോട്ടലിൽ വന്ന് കഴിച്ച ആളുകളോട് തിരിച്ച് ഇയാൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ, അത് വളരെ മോശമാണ്, വളരെ മോശം. അതിനെയാണ് ഞാനിവിടെ ബേസിക്കലി എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അതിനിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ഞാൻ തുടക്കത്തിൽ തന്നെ ഇത്രയും കൊണ അങ്ങോട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്യില്ലായിരുന്നു. ഇത് വലിയ കൂടുതലൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഇത്രയും പോലും ഞാൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇയാളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇന്നത്തെ അല്ല, 2 ദിവസം മുന്നേ ഉള്ള ഞാൻ തോന്നുന്നു. നിങ്ങളതൊന്ന് കണ്ടു. എന്നിട്ട് ഞാൻ ബാക്കി ഇയാളുടെ സ്ഥാപനത്തെ പറ്റി കുറച്ച് ആളുകൾ പറയുന്ന നല്ലതും പറയുന്നുണ്ട്, ചീത്തതും പറയുന്നുണ്ട്. ഒരു വ്യക്തി തന്നെ സെയിം. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നല്ല അനുഭവം ഉണ്ടായതെന്ന് ഞാൻ പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. ഇത് രണ്ടും കേൾക്കണം ചേട്ടാ. ഇത് രണ്ടും ഒരു സ്ഥാപനത്തിൽ വരുന്ന ആളുകൾക്ക് പറയാൻ കാണും. അത് കേൾക്കാൻ പറ്റാതെ മറ്റേ ഈഗോ പട്ടി അങ്ങോട്ട് ഇറങ്ങുന്നേ ഉണ്ടല്ലോ, നാട്ടുകാരൊന്നും ചെത്ത് കയറുന്നത്. ഒരു പട്ടിയും കയറത്തില്ല താങ്കളുടെ കടയിൽ. അത് മനസ്സിലാക്കിക്കോ. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ നിന്ന് കയറ്റേണ്ട വരും. എന്നിട്ട് കണ്ണും തള്ളി വെച്ച് ഇറങ്ങി പോകേണ്ട വരും. സോറി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കണ്ണി തള്ളു ആ ഒരു പരിപാടി, ആ ഒരു പ്രോസസ്സിനെ ഒന്നും ഞാൻ കളിയാക്കുന്നതല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതായിക്കോട്ടെ. പക്ഷെ ഇയാളെ അത് പറഞ്ഞൊന്ന് കുത്തണമെന്ന് തോന്നി. കാരണം ഇയാള്
ഇയാളുടെ ഈ പുതിയ വീഡിയോയിൽ റിച്ച് കിഡ്സ് ഒരു 100 തവണ ഇയാൾ റിച്ച് കിഡ്സ് എന്നും പറഞ്ഞ് സാധാരണക്കാരെ കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇയാളുടെ കടയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചവരെ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹംഗ്രി മൃണാളിനെ പറ്റി അപവാദം പറയുന്നു ഗൈസ്. ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഈ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ പൈസക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് റിച്ച് കിഡ്സ് അവരോട് വരാൻ മടിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ നിങ്ങൾക്കിവിടെ എത്ര പൈസ വേണം ചിലവാക്കാം. ഫോർ എക്സാമ്പിൾ, പൈസ ചിലവാക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ സൗകര്യത്തിലേക്കായിട്ട് ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചു, സ്ട്രോ അതിൻ്റെ കൂടെ കിട്ടൂല. ₹1 കൊടുത്ത് സ്ട്രോ വേറെ മേടിക്കണം. ചില്ലറ കളിയാ. അയ്യോ ചേട്ടാ, എനിക്ക് ₹1 കൊടുത്ത് ഈ ജ്യൂസിന്റെ കൂടെ സ്ട്രോ മേടിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഓട്ടയുള്ള സ്ട്രോ വേണ്ട ചേട്ടാ. ഞാൻ മറ്റേ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചോളാം. തരുമോ? ജ്യൂസ് തരുമോ? ഇനി അത് ₹1 ഈ സ്ട്രോ മേടിച്ചെങ്കിൽ മാത്രമേ ജ്യൂസ് തരത്തുള്ളൂ. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എടോ, ബാക്കി കേൾക്കാം നമുക്ക്. സ്റ്റാർട്ടേഴ്സ് വെച്ച് തുടങ്ങണം. നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂല കേട്ടോ. ചെറിയ പോർഷനേ കിട്ടുള്ളൂ. ഇത്രയൊക്കെ വേണമെങ്കിൽ 2 മണിയൊക്കെ മേടിക്കണം. 2 ചെറിയ പോർഷൻ മേടിക്കണം. കായ ബീഫ് കറിയിൽ കായയാണ് കൂടുതലെന്നൊരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടു. അത് പിന്നെ അങ്ങനെ മതി. പക്ഷേ ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്തി ഇത്തിരി ഇട്ട മുതലാവില്ലല്ലോ. തേങ്ങ ഭയങ്കര വരില്ലേ. ഇത്തിരി പനിയുണ്ട്, ജലദോഷം. ആസ്വദിക്കുക സ്വന്തം കടയിലെ ഭക്ഷണം സ്വന്തമായി കഴിച്ച് ആസ്വദിക്കുന്ന വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് പ്രൊമോഷൻ. കൊള്ളാം ചേട്ടാ, നല്ല കാര്യമാണ്. ചേട്ടൻ്റെ പ്രൊമോഷനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു കടയുടെ ഒരു USP എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലൈക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറികൾ മാത്രം എടുത്താൽ മതി. ഇപ്പം ചോറിന് ₹20, ചോറിൻ്റെ കൂടെ ഒരു കറി മാത്രം മതിയെങ്കിൽ ആ കറി എടുക്കുക, ആ കറിക്ക് ₹20. മൊത്തത്തിൽ ഒരു കറിയും ഒരു ഇത്തിരി ചോറും മതിയെങ്കിൽ ₹40 നമുക്ക് പരിപാടി കഴിയാൻ പറ്റും. പക്ഷേ ഇത് 2 രീതിയിൽ നമ്മൾ കാണണം. ഒന്ന് വളരെ നല്ല കാര്യമാണ്. ഇപ്പം ആവശ്യമുള്ള കറികൾ മാത്രം നമ്മളെടുത്ത് കഴിച്ചാൽ മതി. ഇപ്പോൾ 2-3 കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഊണിന് 20, ഒരു 2 കറി എടുക്കുകയാണെങ്കിൽ കറിക്ക് 20 വെച്ച് എത്രയായി? 40, 50, 60 അതായത് കുറച്ച് ചോറും 2 കറിക്കും മാത്രം ₹60. സാധാരണക്കാരൻ്റെ ഒരു ചെറിയ കടയിൽ പോയി കഴിഞ്ഞാൽ ₹50 ഒരു 2-3 കൂട്ടം കറിയും സാമ്പാറോ മീൻചാറോ ചോറും ഒക്കെ ആയിട്ട് കിട്ടും. നമ്മളെല്ലാവരും, ഞാനൊക്കെ അതേ ചൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ചില ആളുകൾ കാണും, അതായത് ഡെയിലി ഒരുപാട് കറികളൊന്നും വേണ്ട, ഒരു കറിയും ഒരു ഊണും മതിയെങ്കിൽ അവരിപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ പോയി കഴിച്ചാലും, ചേട്ടാ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ₹40 ഒരു കറിയും ഒരു ഊണും കൂടെ, അല്ലെങ്കിൽ കുറച്ച് ചോറും കൂടെ, ഓക്കെ ₹40 പരിപാടി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ രണ്ടാമത് ഈ കറി ഫില്ല് ചെയ്ത് കൊടുക്കുമോ? വീണ്ടും രണ്ടാമത് ഈ കറി എടുക്കണമെങ്കിൽ വീണ്ടും ₹20 കൊടുക്കണ്ടേ? അതിനേക്കാട്ടിലും നല്ല ₹50 കടയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കറിയെ നമുക്ക് മതിയുള്ളെങ്കിൽ ആ കറി വീണ്ടും വീണ്ടും ചോദിച്ചാൽ തരും ചേട്ടാ ഈ ₹50. അപ്പം ലാഭം അതാണല്ലോ. എന്തിനാ ചേട്ടൻ്റെ കട ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? പിന്നെ ക്വാളിറ്റിയോ, ഫുഡിൻ്റെ ക്വാളിറ്റി ഓക്കെ. ആരും അങ്ങനെ ഫുഡിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒരുപാട് ആളുകളൊന്നും ഞാൻ മോശം പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടയിൽ കൊടുക്കുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറിനാൻ ചെന്നാലും ചോറിനൊന്നും ഒരു ചൂടും ഇല്ലെന്ന് ആൾക്കാർ പറയുന്നത്. ചിക്കൻ ബിരിയാണി തണുത്തത്, ഇതൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ ചേട്ടൻ ബാക്കി പറയുന്നത് കൂടെ ഒന്ന് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 24 hours ആവാൻ പോകുന്നു. ഇത് കണ്ടോ, റിച്ച് ഫുഡാണ്. പത്തിരിയാണെന്ന് വെച്ചാൽ പത്തിരിയല്ല, ഒറോട്ടിയാണെന്ന് ചോദിച്ചാൽ ഒറോട്ടിയല്ല. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ തേങ്ങയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. സോറി, ഇവിടെ തേങ്ങാപ്പാലില്ല. അതുകൊണ്ട് നമ്മൾ പശുവും പാൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വിരോധമില്ലല്ലോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. പൈസ ചിലവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്തിരി വേറെ മേടിക്കാൻ, പശുപാൽ വേറെ മേടിക്കാൻ. ഞാൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു പരാതിയിലാണുള്ളത്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം മത്തി പൊരിച്ചത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുമോ? ഫ്രൈഡ് റൈസോ? ഈ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുന്നത് ആ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ, വലിയ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ 3 ആൾ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് 3 ആൾ ഷെയർ ചെയ്ത് തിന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത് ഫ്രൈഡ് റൈസൊക്കെ. റിച്ച് പരിപാടിക്ക് ഇടയ്ക്കൊക്കെ ജ്യൂസ് കുടിക്കണം. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ജ്യൂസ് കുടിക്കുന്നത് ഞാനൊന്നും കുടിക്കുന്ന പോലെയല്ല, വേറെ രീതിയിലാണ്. നോട്ട് ദ പോയിന്റ്. അവരിങ്ങനെ സ്പീഡിൽ കുടിക്കൂല, അവർ പതുക്കെ കുടിക്കുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ കുടിക്കുള്ളൂ. അതായത് ഈ ലെവല് മാറുന്ന നമ്മൾ അറിയൂല. പക്ഷെ നമ്മൾ ഇങ്ങനെ മറ്റേ ഡൈസൺ ഉണ്ടല്ലോ, അതായത് വാക്വം ക്ലീനർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1000 എക്സ്പെരിമെൻറ്റോ അങ്ങനെ നടത്തി പരാജയപ്പെട്ട മനുഷ്യനാണ്. 1 ലക്ഷം എത്രയോ എക്സ്പെരിമെൻറ്റ് നടത്തി പരാജയപ്പെട്ട മനുഷ്യനാണ് മിസ്റ്റർ ഡൈസൺ. അങ്ങേരുടെ വാക്വം ക്ലീനർ പോലും ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല. അതിനേക്കാളും നന്നായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ.
ആ ഗ്ലാസ് തിന്നോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഗ്ലാസ് തിന്നോ? വലിച്ചെടുത്ത് തിന്നോ? എടോ ഇങ്ങനൊക്കെ കുടിക്കും. പക്ഷെ അത് എല്ലായിടത്തും, കണ്ണി കാണുന്ന എല്ലായിടത്തും പോയിരുന്ന് ഇങ്ങനൊന്നും ആരും കാണിക്കത്തില്ല. നമ്മുടെ പ്രൈവറ്റ് പ്ലേസിലാണെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ കുടിക്കും. അല്ലാതെ റോട്ടിൽ ചെന്ന് പബ്ലിക്കായിട്ടൊരു ജ്യൂസ് മേടിച്ചിട്ട് ഇങ്ങനൊന്നും ആരും കുടിക്കത്തില്ല ചേട്ടാ. അതൊക്കെ ഒരു മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളവർ ചെയ്യത്തില്ല. ചേട്ടൻ ചെയ്യുമായിരിക്കും. അല്ല, ചേട്ടൻ ചേട്ടന് ഭയങ്കര മാനേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ മൃണാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങ് മൊത്തത്തിൽ പൊളിയും, അല്ലയോ? അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇരുന്ന് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കാണിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, മറ്റേ എന്താണ് പാല്, മറ്റേ നമ്മുടെ പത്തിരിയുടെ കൂടെ പാല്, സാധാരണ തേങ്ങാപ്പാലാണ്, പുള്ളി അടിക്കാതില്ല. അഡ്ജസ്റ്റ്മെന്റ് ആണ്, എല്ലാം അഡ്ജസ്റ്റ്മെന്റാ. ചേട്ടാ മനസ്സിലായി, മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാര് ചെറുതായിട്ട് ഒന്ന് മോശവും പറയുന്നത്. അത്ര ഈ പറയുന്നത്ര വലിയ കുമ്മൊന്നും ഇല്ല എന്ന് ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇപ്പൊ ഈ വന്നിരുന്ന് ഈ വീഡിയോ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും എടുത്തു വെച്ച് താങ്ങുന്നത്. ഇനിയിപ്പോ ചിലപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുമായിരിക്കും, എല്ലാവരും എന്നെ റിയാക്ട് ചെയ്യുന്നു. എനിക്കത് വളരെ നന്നായിട്ടുണ്ട്, വലിയ മാർക്കറ്റിംഗ് ആണ് എൻ്റെ സ്ഥാപനത്തിന് കിട്ടിയത്. ചേട്ടാ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊന്ന് അറിയാൻ വരും, ഭക്ഷണം ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വരും. പക്ഷേ പിന്നെ ആൾക്കാരങ്ങ് കുറയും ചേട്ടാ, കുറയും. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ബാക്കി നമുക്കിനി അങ്ങോട്ട് കാണാം. പിന്നെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു കസ്റ്റമർ, ഒരു ചേച്ചി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ എടുത്ത് വെക്കാനുള്ള ഒരു കാര്യം, ഈ ചേച്ചി നല്ലതും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആ ചേച്ചിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് അതും ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ വേണമല്ലോ, അല്ലാതെ ഒരാളുടെ കുറ്റം മാത്രം നമ്മൾ പറയുന്നതിനകത്ത് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ടാൽ അതും പറയണമല്ലോ. അപ്പം മൃണാളെ, കൂട്ടുകാരെ, സുന്ദരരെ, ഫുഡ് ബ്ലോഗറെ, കേരളത്തിന്റെ നമ്പർ 1 ബ്ലോഗറെ, താങ്കൾ ഇതും ഒന്ന് കേൾക്കണം കേട്ടോ. ഇത് താങ്കൾ കേട്ടേ പറ്റുള്ളൂ. അതായത് ചോറിന് 20 രൂപ, പിന്നെ ഓരോ കറിക്കും ചാർജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തത് എന്തൊക്കെയാണെന്ന് പറയാം. സാമ്പാർ 20 രൂപ, പുളിശ്ശേരി 20 രൂപ, അവിയൽ 20 രൂപ, കൂട്ടുകറി 20 രൂപ, തോരൻ 20 രൂപ, പപ്പടം 7 രൂപ, പച്ചടി 20, കപ്പ 12, പായസം 20, കായ ബീഫ് 66, ചിക്കൻ ഫ്രൈ ദം ബിരിയാണി 140, ഡേറ്റ്സ് പീക്കൾ 5 രൂപ, ബോയിൽഡ് എഗ് 8 രൂപ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇതെനിക്ക് വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ചോറും ഒരു കറിയും മാത്രം വേണ്ടിയ ആൾക്കാർ, അതായത് സ്ഥിരം ഇപ്പം ഓഫീസിൽ നിന്നൊക്കെ ഭക്ഷണം പുറത്തുനിന്ന് ആ പരിസരത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്ഥിരം അവിടെ നിന്ന് ഒരു ഊണ് കഴിക്കണം, ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലിരുന്ന് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ചോറും ഒരു കറിയും മതിയെങ്കിൽ 40 രൂപയ്ക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി അയാൾക്ക് ചോറുണ്ണാനായിട്ട് സാധിക്കും. ഇത് പുള്ളി ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിന് പുള്ളിക്ക് ഒരു പോയിൻ്റ് എൻ്റെ വക. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഊണ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഊണിന് കറികളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു, എല്ലാ കറികളും നല്ലതായിരുന്നു. സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ചൂടുണ്ടായിരുന്നില്ല, ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല, എല്ലാം തണുത്താണ് ഇരുന്നത്. ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഉച്ചയ്ക്ക് 1 മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കായും ബീഫും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കാര്യം. ബിരിയാണിയും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ട്. അതായത് 140 രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണിയാണ് മൃണാളിൻ്റെ ബിരിയാണി എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അതും തണുത്ത് വിറച്ചാണ് ഇരുന്നത്. ഇത് തന്നെ ഇച്ചിരി ചൂടോടെ തന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയേനെ എന്ന് ഞാൻ പറയും. കേട്ടല്ലോ, വളരെ മാന്യമായിട്ടാണ് ആ ചേച്ചി അവിടുന്ന് കഴിച്ച ഭക്ഷണത്തെ പറ്റി സംസാരിക്കുന്നതെന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിയത്? ആ ചേച്ചി ഓരോ പോയിന്റും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്, ഞാൻ നേരത്തെ പറഞ്ഞാലും എനിക്ക് അതിനോട് അധികം യോജിപ്പില്ല, പക്ഷെ ആ ചേച്ചി അതിനോട് യോജിക്കുന്നു. ഈ സെപ്പറേറ്റ് ആയിട്ട് പുള്ളിയുടെ കടയുടെ ഒരു USP അതാണ്. കാരണം ചോറ് 20 രൂപ, ഏത് കറിയാണോ വേണ്ടത് അത് ഓരോന്ന് 20 രൂപയ്ക്ക് എടുക്കുക. അത് ആ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു, നല്ല പരിപാടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ സംശയം അപ്പോഴും, നമ്മുടെ ചോറ് മേടിച്ചു, അതിൻ്റെ കൂടെ ഒരു കറി എടുക്കുന്നു, ആ കറി പിന്നെ റീഫിൽ ചെയ്ത് തരുമല്ലോ, പിന്നെ നമ്മളത് മേടിക്കുമ്പോൾ വീണ്ടും കൊടുക്കണ്ടേ 20 രൂപ. അങ്ങനെ നോക്കുമ്പോൾ അതൊരു നഷ്ടം അല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ അങ്ങനെ വേണ്ട ഒരാൾ പുറത്തു പോയി 50 രൂപയുടെ ഒരു ഊണ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കറി അവിടെ കൊടുക്കത്തില്ലേ ഫ്രീ ആയിട്ട്? ഇനിയിപ്പം സാധാരണ ഇപ്പോൾ ഒരുപാട് കറി, ഒരു 2-3 കറി കൂട്ടി കഴിക്കേണ്ട ഒരാൾക്ക് ഒരു 50 രൂപയുടെ പുറത്തുള്ളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് 1 മണിക്ക് എന്നിട്ട് ചൂട് പോലും ഇല്ലാത്ത സാധനം തരുന്ന കടയിൽ എന്തിന് പോകണം? അതാണ് എൻ്റെ ചോദ്യം. ബിരിയാണിക്ക് പോലും ചൂടില്ലാന്ന് ആ ചേച്ചി പറയുന്നു, പക്ഷെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ മാന്യമായിട്ട് അവർ പറയുന്നത്, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ചൂടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കേട്ടല്ലോ, വളരെ മാന്യമായിട്ട് അവിടുത്തെ ഭക്ഷണത്തെ പറ്റി റിവ്യൂ പറയുന്നുണ്ട്. ഇനി ഇവരും മറ്റേ
റിച്ച് കിഡ് ആയതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കുമോ മൃണാളേട്ടാ? ബാക്കി കേൾക്കാം. നമ്മൾ ഇവിടെ ചെന്നത് 1 മണിക്കാണ്. ഇവിടെ ആകെ 16 പേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണെന്ന്. ഒന്നുമില്ല, നമ്മൾ ചെന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണിക്ക് 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. പുള്ളി ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ എന്തോ ഉണ്ട് എന്ന് പുള്ളി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ്, വിവാദമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ്, ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ്. അതിനു മുമ്പ് ഞാൻ ഈ പായസത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇതാണ് നമ്മൾ കാശ് കൊടുത്ത് 20 രൂപ കൊടുത്ത് മേടിച്ച സേമിയ പായസം. ഈ സേമിയ പായസം എൻ്റെ അമ്മോ മിൽക്ക് മെയ്ഡ് പോലത്തെ എന്തോ ഒരു സാധനം കലക്കിയാണ് തന്നിരിക്കുന്നത്. മിൽക്ക് മെയ്ഡല്ല, കാരണം 20 രൂപയ്ക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച പായസം ഉണ്ടാക്കാൻ മുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടല്ലോ നിങ്ങൾ, ഈ ചേച്ചി അവസാനം പറഞ്ഞ ആ കാര്യം അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ. അവിടുത്തെ പായസം ചേച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട്. ആ ചേച്ചിക്ക് ബാക്കി ബിരിയാണിയും ചൂടില്ലെങ്കിൽ പോലും അതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടുന്ന് മേടിച്ച പായസം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല. ചേച്ചിക്ക് തലക്കെന്തോ മത്ത് പിടിച്ചെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. കുറച്ച് ഞാൻ മൊത്തത്തിൽ ആ വീഡിയോ അങ്ങോട്ട് വെക്കാത്തതാണ്. ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഇത് ഒരാളുടെ ഒപ്പീനിയനാണ് അവിടുത്തെ പായസത്തെ പറ്റി. മൃണാള് ഇത് കേൾക്കണം, ഇത് കേട്ടേ പറ്റൂ. കാരണം താങ്കൾ അവിടുത്തെ ഓണർ ആണെങ്കിൽ വളരെ പക്വതയോടുകൂടി ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി വേറൊരാൾ വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. അയാൾക്കും അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അയാൾക്ക് മെയിനായിട്ട് അയാൾക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ട സാധനം ഈ പായസമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ ടേസ്റ്റ് അത് മാറിക്കൊണ്ടേയിരിക്കും. ആളുകൾ പല റിവ്യൂകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ കേട്ടിട്ട് മറ്റേ ട്രിഗറായിട്ട് റിച്ച് കിട്ടെന്നും പറഞ്ഞു. പിന്നെ വേറൊരു കേസ്, ഇയാളുടെ മറ്റേ പാർക്കിങ്ങിൻ്റെ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. പുള്ളി എന്താ മൃണാളേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാശിന് വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി ചെയ്യുന്നത്? അല്ലാതെ ഫ്രീ ആയിട്ട് മറ്റേ നാട്ടുകാർക്ക് നല്ലത് അത് മാത്രം നോക്കിയിട്ടൊന്നും അല്ലല്ലോ, പോക്കറ്റിലോട്ട് കാശ് കയറാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇച്ചിരി ഉച്ചക്കൊക്കെ പ്രത്യേകിച്ച് ചോറൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുമ്പോൾ ഇത്തിരി ചൂടോടൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു വീഡിയോ ഇടും, ചൂടോടെ അവിടുന്ന് മറ്റേ ബിരിയാണി 1 മണിക്ക് ഇങ്ങനെ ആവി പറക്കുന്ന ബിരിയാണി എടുത്ത് കഴിക്കുന്ന കാണിക്കാൻ പറ്റും. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താൽ പിടികിട്ടിയോ? വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാം. സാധാരണക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മേഖലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട് എല്ലായിടത്തും. ഈ കണ്ട കടയിലൊക്കെ ചെന്നിരുന്ന് പല കടകളിൽ നിന്നും കഴിക്കാൻ നേരത്തെ ഈ ചേട്ടൻ നല്ലത് പറയാറുണ്ട്. കുറേ കടകളിൽ പാവപ്പെട്ടവരുടെ കടകളിലാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. കൊള്ളത്തില്ല, മറ്റേതാ മറിച്ചാ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. പറയും, അതും ഞാൻ പുള്ളിയെ കുറ്റം പറയുന്നില്ല. പുള്ളിക്ക് ചിലപ്പോൾ അവിടുത്തെ ടേസ്റ്റ് ശരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കാം. സോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഒരു സാധനം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് പോസിറ്റീവും നെഗറ്റീവും എടുത്തുകൊണ്ട് വന്ന് ഒന്ന് പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇനി വേറൊരു വ്യക്തി ഞാൻ പറഞ്ഞ കണക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോ. ഇത് കഴിച്ചിട്ട് എൻ്റെ തലയടിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്നേ ഈ പായസത്തിനെ പറ്റി പറയാനുള്ളൂ. മൃണാളിന് ആരെങ്കിലും ഇതുപോലത്തെ ഒരു പായസം കൊടുത്താൽ അങ്ങേര് എന്തൊക്കെ കുറ്റം പറയും എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റണില്ല. അത്രയും ഫ്ലോപ്പായിരുന്നു ഈ പായസം. ഈ പായസം പ്ലീസ് മൃണാൾ മാറ്റിയിരിക്കണം, നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ഈ പായസം ചേരില്ല. നിങ്ങൾ മറ്റുള്ളവരെ പോയി കുറ്റം പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പായസം ഒരിക്കലും ചേരില്ല. കേട്ടല്ലോ, ഇതും കൂടെ അങ്ങ് കേൾപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. മൃണാളെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. അവരും റിച്ച് കിഡ് ആയിരിക്കും അല്ലയോ, കണ്ണാടി വെച്ച് കാറിൽ വന്നിറങ്ങുന്ന റിച്ച് കിഡ്. ഒരാൾക്കും മാന്യമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ മൃണാൾ ഒരു ബോർഡ് എഴുതി പുറത്ത് തൂക്കണം കേട്ടോ കടയുടെ. ഇവിടെ വന്നിട്ട് ആരും നെഗറ്റീവ് ഒന്നും പറയരുത്, എല്ലാവരും മിണ്ടാതെ കിട്ടുന്നതും കഴിച്ചുകൊണ്ട് പൊക്കണമെന്ന് പുറത്തൊരു ബോർഡ് എഴുതിയിട്ടാൽ കൊള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആരും മിണ്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ആരും അങ്ങോട്ട് വരത്തുമില്ലടേ. ഇതാരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ കണ്ടു, വേറൊരു വീഡിയോയിൽ കണ്ടു, ഇയാൾ പറയുന്നുണ്ടല്ലോ, മറ്റേ മൃണാളിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ചക്കക്കുരു അല്ല മറ്റേ കായം ബീഫ്, അതിനകത്ത് ബീഫില്ല, കായ മാത്രമേ ഉള്ളെന്ന് ഒരാൾ വീഡിയോ പറയുന്നത് കേട്ടു. അതിന് മൃണാൾ വൃത്തിക്ക് തന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് ഇയാൾക്ക്. ഭയങ്കര അഹങ്കാരത്തിന്റെ മറ്റേ ഉസ്താദാ. ചേട്ടാ അഹങ്കരിക്കാം, ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അണ്ണാക്കിലടിച്ച് കിട്ടും. ആൾക്കാർ മനസ്സിലായില്ലേ, കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണെങ്കിൽ ഒരുത്തിനും അങ്ങോട്ട് തിരിച്ച് കയറത്തില്ല. അധികം വൈകാതെ പൂട്ടിയിട്ട് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ നിന്ന് തിന്നോണ്ടിരിക്കേണ്ടി വരും. എന്നിട്ട് കണ്ണും തള്ളി പറയാം സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ആരും കയറത്തില്ല. പിടികിട്ടിയോ? അതുകൊണ്ട് ആൾക്കാരെ ഒന്ന് പുച്ഛിക്കാതെ സംസാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളാണ്, യു ആർ ദ പേഴ്സൺ ഹൂ നീഡ്സ് പീപ്പിൾ ടു ഈറ്റ് യുവർ ഫുഡ്. സോ അതുകൊണ്ട് ആൾക്കാരെ മറ്റേ ഉണ്ടാക്കുന്ന പരിപാടി അത് നിർത്തിക്കോ. അത് നിങ്ങൾക്ക് പണിയാണ്, നമ്മുടെ കേസിലല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ പണി കിട്ടും ആളുകളോട് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ.
ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഒരാളുടെയും കൂടെ കുറച്ച് പോർഷൻസ്, ഒരാളും കൂടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു എനിക്കതിലൊരു എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല. സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ്. സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ടൊരു റേറ്റ് അല്ല. ഒരു നോർമൽ കടയിൽ പോയിട്ട് 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 60 രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് കറികളും ചോറും കിട്ടും. ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും. സോ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ ഭയങ്കര വില കുറവോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല. കൈൻഡ് ഓഫ് ഒരു ഓയിലി ടേസ്റ്റ്, മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈയിൽ. പക്ഷേ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, അവിടുത്തെ പായസം. എൻ്റെ പൊന്ന് ദൈവം, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ പായസം. നല്ല ടേസ്റ്റ് ആയിട്ട് ആ ഒരു കേട്ടല്ലോ, വേറൊരാൾ വന്നിട്ട് അയാൾക്ക് ആ പായസത്തെ, അവിടുത്തെ പായസത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ ഞാൻ പറഞ്ഞേ, ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻസാണ്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അത് ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ ആ പുള്ളി പറയുന്നതോട് ഞാൻ യോജിക്കുന്നു, തീർന്നില്ലേ? അത് വേറൊന്നുമല്ല. ഈ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഫുൾ മീൽ കഴിക്കേണ്ട ഒരാൾ ആ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ഓരോരുത്തരും ഇങ്ങനെ 20 രൂപ എടുത്തിട്ട് പിന്നെ തീരുമ്പോൾ ചിലപ്പോൾ വീണ്ടും പൈസ കൊടുത്ത് മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതിനേക്കാളും നല്ല 50, 60, 70 രൂപയുടെ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കറികളും കിട്ടും, കൂട്ടത്തിൽ ഒരു മീൻ ഫ്രൈയും മേടിക്കുക. അതല്ലേ ലാഭം? പിന്നെ ടേസ്റ്റ്, അത് മൃണാളേട്ടൻ്റെ കടയിൽ നല്ല ടേസ്റ്റ് ആണെന്ന് കുറേ പേര് പറയുന്നത് കേട്ടു. ടേസ്റ്റ് ആയിരിക്കാം, ചിലവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ഇരിക്കാം. നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അതും കൂടെ താഴെ ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.